തലശ്ശേരി ദം ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചവരും കഴിക്കാത്തവരും ട്രൈ ചെയ്ത് നോക്ക്. അധികം ഫ്ലേവർ ഒന്നും ഇഷ്ടമല്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാറില്ല, ആകെ ഒറ്റ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാൻ ഉണ്ടാക്കിയതാണെങ്കിൽ എനിക്ക് പേഴ്സണലി എന്തോ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഉണ്ടാക്കാറുള്ളത് മാനാലി ബിരിയാണിയാണ്. മാനാലിക്ക് ശേഷം എനിക്ക് പിന്നെ ഇഷ്ടമായത് ഇതാണ്. പറഞ്ഞ് റെസിപ്പി പറഞ്ഞില്ലേ. അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അത് മാറ്റി വെച്ച് ഓയിലും നെയ്യ് ഒഴിച്ചെടുത്ത് സവാള ഇട്ട് കൊടുക്കാം. അതിന്റെ കളർ മാറി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിന്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കില്ല, അതിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആകെ ഗരം മസാലയും മഞ്ഞപ്പൊടി മാത്രം ഇടണുള്ളൂ. ഇനി അതിന്റെ പച്ചമണം മാറി വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് ചിക്കൻ വേവിക്കാം. ഇനി അതിലേക്ക് തക്കാളി, ഈ ഇലകളും തൈരും ഉപ്പും ഫ്രൈ ചെയ്ത സവാള ഇട്ട് കൊടുക്കാം. ഇനി അത് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അത് കുക്കാണ് നേരം കൊണ്ട് നമുക്ക് റൈസ് നോക്കാം. ഓയിലും നെയ്യ് വെച്ചെടുത്ത് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ട് കൊടുത്ത് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നേരത്തെ സോക്ക് ചെയ്ത് വെച്ച അരിയും ചേർത്ത് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അരിക്ക് ആവശ്യമുള്ള ഉപ്പും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചെടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ദമ്മിന്റെ പണി നോക്കാം. റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്ത് സവാള ഇട്ട് കൊടുക്കാം. ഇലകളും ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ ഇല വിട്ടുപോയി, അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ലെയറിൽ കുറച്ച് കൂടുതൽ ഇട്ടു. രണ്ടാമത്തെ ലെയറിലും റിപ്പീറ്റ് തന്നെ ചെയ്യാം. കുറച്ച് മസാലപ്പൊടി നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ദം ചെയ്യാൻ വെക്കാം. അങ്ങനെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂലേ?